ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം ഏകോനത്രിംശോധ്യായ 29 അധ്യായം. ഉദ്ധവോവാച സുദുസ്തരാമി മമ്മന്യേ യോഗജല്യം അനാത്മന യദഞ്ജസാ പുമൻ സിദ്ധ്യേൽ തന്മേ ബ്രൂഹ്യഞ്ജസാച്യുത. ഇതുവരെയുള്ള ഉപദേശങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു ഭഗവാൻ. ആ വളരെ യോഗജല്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ. എങ്ങനെ അവസാനം കഴിഞ്ഞ അധ്യായത്തിൽ പരിപൂർണ ജ്ഞാനമാർഗ്ഗമാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ഇതിൽ കാണുന്ന എല്ലാം വാസ്തവങ്ങളാണെന്നാണ് മനസ്സുകൊണ്ട് ധരിച്ചിട്ട് ആ മനസ്സിലെ എന്നെ ഉറപ്പിച്ചിട്ട് ആ ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ, എല്ലാവരും ആത്മാവിനെ കാണാന്നൊക്കെ പറഞ്ഞുള്ള ഏകാത്മദർശനാണ് പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെ കേട്ടപ്പോൾ ഉദ്ധവൻ പറഞ്ഞു സുദുസ്തരം, ദുസ്തരം എന്നല്ല പറഞ്ഞത്, സുദുസ്തരം ഇമം യോഗജല്യം എന്നാണ്. അതായത് സാധിപ്പാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഈ അതിൻ്റെ കഴിയാത്ത ബുദ്ധിമുട്ടാണ് ഈ യോഗചര്യാക്രമം എന്നുള്ളത്. എനിക്ക് ആർക്ക് മനസ്സിനെ സ്വാധീനിക്കാത്ത ആൾക്കാർക്ക് എന്നെനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഒരു മനുഷ്യൻ അഞ്ജസാ സിദ്ധിയിൽ ഇത് എളുപ്പത്തിൽ എങ്ങനെ സാധിക്കും എന്നുള്ളത് അച്യുത ഭഗവാനെ അതെനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയുകയാണ്. ഇങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിട്ടൊന്നും പറ്റില്ല, എളുപ്പമായിട്ടുള്ള മാർഗം പറഞ്ഞു തരണം പറയുകയാണ്. പ്രായശ പുണ്ടരീകാക്ഷ യുഞ്ജന്തോ യോഗിനോ മന വിഷീദന്തി അസമാധാനാൽ മനോ നിഗ്രഹകരിശിത. ആ പ്രായേണ എന്തുണ്ട്, ഭഗവാനെ യോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് ചെയ്യും, ആ മനസ്സിനെ ഇങ്ങനെ യോജിപ്പില്ലേ അടക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയത്നിക്കും. എങ്ങനെയാണ്, മനോനിഗ്രഹകരിശിത. എന്നാലോ വിഷീദന്തി അസമാധാനാൽ, എന്നാലോ ആ സമാധാനം വരില്ല, കാരണം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർ വളരെയധികം വിഷമിക്കും ചെയ്യും. അതായത് അത്ര എളുപ്പമൊന്നുമില്ല യോഗികൾക്ക് കൂടിയിട്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കാമെന്നാണ് ഉദ്ധവൻ പറയണത്. അഥാത ആനന്ദദുഃഖം പദാംബുജം ഹംസാശ്രയേരൻ അരവിന്ദലോചന സുഖം നു വിശ്വേശ്വര യോഗകർമ്മഭി ത്വന്മായയാമി വിഗതാനമാനിന. അതുകൊണ്ട് തന്നെ എങ്ങനെ വിവേകികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ആനന്ദദുഃഖം ആനന്ദത്തെ നൽകുന്നതായിട്ടുള്ള അങ്ങയുടെ പാതാര കമലങ്ങളെ നിശ്ചയമായിട്ടുള്ള രീതിയിൽ ആശ്രയിക്കണമെന്ന് പറയുകയാണ്. അപ്പം എന്ത് ചെയ്യും, അവർക്ക് അങ്ങയുടെ ഈ മായത്വൻ മായയാ എന്ന വികത അവരുണ്ടല്ലോ, അവരെ അങ്ങയുടെ ഈ മായ ബാധിക്കില്ല. അതുകൊണ്ട് വിശേശ്വര, എങ്ങനെയാണ് ഈ യോഗകർമ്മങ്ങളെ കൊണ്ടും കൂടി അഭിമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ അങ്ങയുടെ മായയിൽ മുഴുകിപ്പെട്ടിരിക്കുന്നു, എന്നാലോ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ആ വിവേകികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, യാതൊരു പരിഭ്രമവും കൂടാണ്ട് ഈ യോഗമാർഗത്തിൽ ചരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നു എന്ന് പറയുകയാണ്. കിം ചിത്രമച്യുത തവൈതദശേഷബന്ധോ ദാസേഷ്വനന്യശരണേഷു യദാത്മസാത്വം യോ രോചയൽ സഹമൃഗൈ സ്വയമീശ്വരാണം ശ്രീമൽ കിരീടതട പീഡിതപാദവീട. യഥാർത്ഥത്തിൽ അങ്ങ് എങ്ങനെയാണ് സ്വയം ഈശ്വരാണാം ശ്രീമൽ കിരീടതട പീഡിത പാദപീഠ ഇല്ലേ. എങ്ങനെ സാക്ഷാൽ ദേവന്മാർ കൂടിയിട്ട് എന്ത് വരണു, തങ്ങളുടെ കിരീടങ്ങളോട് കൂടിയിട്ട് അങ്ങയുടെ പദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചിട്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള അങ്ങ് എന്ത് ചെയ്യുന്നു, മൃഗൈ സഹ സഖ്യം അരോചയൽ. ആരുടെ, മൃഗങ്ങളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയിട്ടും അവരുടെ കൂടെയുള്ള സഖ്യം ഇഷ്ടപ്പെട്ടത് ആരാണ്, അവര് തൻ്റെ ദാസന്മാരായിട്ടുള്ള അനന്യശരണന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരായിട്ടുള്ള ആൾക്കാർ അതിലെ വാനരന്മാരുടെ കൂടെയാണ് ശ്രീരാമാവതാരത്തിൽ ഭഗവാൻ കഴിച്ചു കൂടിയത്. അതാണ് തൻ്റെ ദാസന്മാരായിട്ടുള്ള ആൾക്കാർ എത്ര നീചന്മാരായാലും കൂടിയിട്ട് അവരുടെ കൂടെയുള്ള ആ ആത്മഭാവം, അതാണ് അങ്ങക്ക് ഏറ്റവും, അത് വലിയ ആശ്ചര്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. കാരണം അങ്ങെങ്ങനെയാണ് അശേഷ ബന്ധോ, അങ്ങ് എല്ലാവരുടെയും ബന്ധുവാണ്. തം ത്വായിലീശ്വരമാശ്രിതാനം സർവാർത്ഥതം സുഹൃതവിൽ വിസൃജേത കോനു കോവാഭജേൽ കിമവി വിസ്മൃതേനുഭൂത്യൈ കിം വാ ഭവന്ന തവ പാദരജോജുഷം. അതുകൊണ്ട് എല്ലാവർക്കും യഥാർത്ഥത്തിൽ ദൈതനായിട്ടുള്ള പ്രിയനായിട്ടുള്ള, എന്നാലോ
എല്ലാവരുടെ ആത്മാവുമാണ് എല്ലാറ്റിനും ശക്തനായിട്ടുള്ള അങ്ങ് ആശ്രയിക്കുന്ന ആൾക്കാർക്ക് എല്ലാം നൽകുന്നവനാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങയുടെ ആ പ്രവൃത്തികളെ അറിയുന്ന ആരാണ് അങ്ങയെ ഉപേക്ഷിക്കുക ഭഗവാനെ ചോദിക്കുകയാണ്. പിന്നെയോ വേറെ ആരെങ്കിലും ആശ്രയിക്കേണ്ട ആവശ്യങ്ങളുണ്ടോ ഈ പുരുഷാർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ട്? അങ്ങയെ മാത്രമല്ലേ ആശ്രയിക്കണമെന്ന് ചോദിക്കുകയാണ്. പിന്നെയോ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ലഭിക്കാത്തതായിട്ട് ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നും ഇല്ല എന്നുള്ളതും ബോധ്യമായിട്ടുണ്ട്. നൈവോപയന്ത്യപചിതിം കവയസ്തവേശ ബ്രഹ്മായുഷാഭി കൃതമുദ്ധമുദ സ്മരന്ത യോന്തർബഹിസ്തനുമൃതം അശുഭം വിധുന്നൻ ആചാര്യ ചൈത്യവപുഷാ സ്വഗതിം വിനക്രീ. ആര് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലും പുറത്തും ഇരുന്നു കൊണ്ട് എങ്ങനെ ഉള്ളിൽ ചൈത്യവപുഷ, അതായത് അന്തര്യാമിയായിട്ട് ചിത്തത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളായിട്ട്, പുറത്ത് ആചാര്യ രൂപത്തിൽ ഗുരുവായിട്ടും വന്നിട്ടും ഓരോ തനുഭൃതാം ഓരോ ജീവൻ്റെയും ഉള്ളിലിരുന്നു വന്നുകൊണ്ട് അകത്തും പുറത്തിരുന്നു കൊണ്ട് ആ അശുഭങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാണ് അങ്ങിരിക്കുന്നത്. എങ്ങനെ സ്വഗതിം വിനക്രീ, തൻ്റേതായിട്ടുള്ള ആത്മപ്രകാശം ഇതുണ്ടല്ലോ അത് മനസ്സ് പ്രകാശിപ്പിക്കുകയും ചെയ്യണു. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയ്ക്കുള്ള ആ കടം വീട്ടാൻ വിദ്വാൻമാർക്ക് കൂടിയിട്ട് ബ്രഹ്മായുസ് ഉണ്ടായാൽ കൂടിയിട്ട് അതിൽ ചെയ്യുന്ന പ്രവൃത്തികളെ കൊണ്ട് കൂടിയിട്ട് അങ്ങ് ചെയ്യുന്ന ഈ ഉപകാരം ഉണ്ടല്ലോ അതിനെ വീട്ടാൻ ഒരാൾക്കും കഴിയില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴാണ് ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ് ഇത്യുക്തവേനാത്യനുരക്തചേതസ പൃഷ്ടോജകൾ ക്രീഡനക സ്വശക്തിഭി ഗൃഹീതമൂർത്തിത്രയ ഈശ്വരേശ്വരോ ജഗാദ സപ്രേമ മനോഹരസ്മിത. ഇങ്ങനെ ഉദ്ധവൻ വളരെ പ്രേമത്തോടുള്ള ഹൃദയത്തോടു കൂടിയിട്ട് ആ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭഗവാൻ എങ്ങനെയാണ് ജഗൽ ക്രീഡനക, ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് ഒരു കളിപ്പാട്ടന്മാരിയാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്നാണ് സ്വശക്തിഭി, താൻ തൻ്റെ ശക്തികളാകുന്ന മൂർത്തിത്രയനും അതിൽ ത്രിമൂർത്തികളെ കൊണ്ട് 3 ഗുണങ്ങളോടുത്തുള്ള ത്രിമൂർത്തികളെ കൊണ്ട് പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച് സംഹാരം നടത്തുന്നുള്ളൂ. അങ്ങനെയുള്ള ഭഗവാൻ എന്ത് ചെയ്തു? അതിൻ്റെ മുഴുവൻ അതീശ്വരനായിട്ടുള്ള അവരുടെയൊക്കെ ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ആ പ്രേമത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി. ശ്രീ ഭഗവാനുവാച ഹന്തതേ കഥയിഷ്യാമി മമ ധർമാൻ സുമംഗളൻ യൻ ശ്രദ്ധയാചരൻ മർത്യോ മൃത്യും ജയതി ദുർജയം. ഭഗവാൻ പറയുകയാണ്, ഉദ്ധവ ഇത് അങ്ങക്ക് ഞാൻ പറഞ്ഞു തരാം എന്താണ് സുമംഗളങ്ങളായിട്ടുള്ള എൻ്റെ ധർമ്മങ്ങളെ, അതായത് ഭാഗവധർമ്മങ്ങളെ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം. ഞാൻ ശ്രദ്ധയെ അത് ആര് എത്ര ശ്രദ്ധയോടുകൂടി ആചരിക്കുന്നു ആ മനുഷ്യൻ, ആ മർത്യൻ, അതായത് മരിച്ചു പോകാൻ ഉറപ്പുള്ള ആളാണ് മർത്യൻ എന്ന് പറയുക, മരണമുള്ള ആളാണ്. ആ മരണമുള്ള ആൾ മൃത്യുഞ്ജയതി, ഒരു ദുർജയം ജയിക്കാൻ വളരെയധികം വിഷമമുള്ളതായിട്ടുള്ള ഈ മരണത്തിനെ തരണം ചെയ്യും, അതായത് അമൃതമായിട്ടുള്ള അവസ്ഥയിലെത്താൻ ചെയ്ത് പറയുകയാണ്. കുര്യാൽ എന്താണ്? കുര്യാൽ സർവാണി കർമാണി മദർത്ഥം ശനകൈ സ്മരൻ മയ്യർപ്പിത മനശ്ചിത്തോ മദ്ധർമ്മ ആത്മമനോരഥി. എന്നിലെ അർപ്പിത മനശ്ചിത്ത, എന്നിൽ അർപ്പിച്ചുകൊണ്ടുള്ള മനസ്സും ചിത്തവും ചെയ്തുകൊണ്ട് മദ്ധർമ്മ ആത്മമനോരഥി, എൻ്റെ ധർമ്മങ്ങളിലെ ആത്മാവിനെയും മനസ്സിലെയും ഒക്കെ ശ്രദ്ധയോടു കൂടിയിട്ട് പ്രേമത്തോടു കൂടിയിട്ട് മെല്ലെ മെല്ലെ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും എനിക്കായിക്കൊണ്ട് ചെയ്യുക. അത് ഒന്നാമതിൽ ഭാഗവധർമ്മങ്ങളിൽ ആദ്യത്തിൽ പറഞ്ഞു, ആ ശരീരം കൊണ്ടും വാക്കുകളെ കൊണ്ടും മനസ്സുകളെ കൊണ്ടും മറ്റുള്ള എല്ലാ കരണങ്ങളെ കൊണ്ടും എല്ലാ പ്രവൃത്തികളും ആദിനാരായണനായിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാമെന്ന് ആ കവി എന്നുള്ള നവയോഗി പറയുണ്ടായി. പിന്നെ ഭാഗവതത്തിൽ പല ദിക്കിലും പറയുന്ന ഭാഗവധർമ്മങ്ങൾ ഇത് തന്നെയാണ്. എല്ലാ പ്രവൃത്തികളും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. മനസ്സുകൊണ്ട് മനസ്സിനെ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുക. എന്നിട്ടോ ആ ഭക്തി ഉണ്ടാവാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ദേശാൻ പുണ്യാനാശ്രയേത മദ്ഭക്തൈ സാധുവിശ്രിതൻ ദേവാസുര മനുഷ്യേഷു മദ്ഭക്താചരിതാനി. അതായത് ഓരോ നല്ല നല്ല ദേശങ്ങളിൽ അങ്ങനെ പോകുക, തീർത്ഥസ്ഥാനങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ. അവിടെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ സാധുക്കളായിട്ട് സജ്ജനങ്ങളായിട്ടുള്ള എൻ്റെ ഭക്തന്മാരുണ്ടാവും. അവരിങ്ങനെ കഥകളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അവിടെ ചുറ്റി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദേവന്മാരിലും അസുരന്മാരിലും മനുഷ്യരിലൊക്കെ അങ്ങനെ ഇല്ലേ, ഞാൻ ചെയ്തിട്ടുള്ള ഓരോ അവതാരങ്ങളിലുള്ള എൻ്റെ കഥകളുണ്ടല്ലോ അതൊക്കെ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ കേൾക്കുക, എന്നിട്ട് അവരെയൊക്കെ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടോ പൃഥക് സത്രേണ വാമഹ്യം യാത്രാമഹോത്സവൻ കാരയേൽ ഗീതനൃത്യാദ്യൈ മഹാരാജവിഭൂതിഭി.
ഒന്നിച്ചിട്ടോ സംഘങ്ങളൊക്കെ ചേർന്നിട്ട് പാട്ട് നൃത്തം എന്തൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടല്ലോ വളരെ കേമമായിട്ടുള്ള ദിവസവും അല്ലാന്നുണ്ടെങ്കിൽ വിശേഷ ഉത്സവങ്ങളൊക്കെ വരുന്ന സമയത്ത് കേമമായിട്ട് ആഘോഷിക്കുക. ആ സമയത്തൊക്കെ പാട്ടും നൃത്തങ്ങളൊക്കെ ചെയ്തിട്ട് മഹാരാജ വിഭൂതി എങ്ങനെയെന്ന് വെച്ചാൽ മഹാരാജാക്കന്മാരുടെ വിഭൂതികളെ കൊണ്ട് ഇതില്ലേ എഴുന്നള്ളത്തെ ഉത്സവങ്ങളുടെ രീതിയിൽ എന്നെ സന്തോഷിപ്പിക്കുക. മാമേവ സർവഭൂതേഷു ബഹിരന്തരവാവൃതം ആത്മനിജാത്മാനം യഥാഖം അമലാശയാ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ക്ഷേത്രത്തിൽ പോയി ഈ ഉത്സവങ്ങൾ പ്രവൃത്തികളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ 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 മനസ്സ് ശുദ്ധാക്കിയിട്ട് ആ മാമേവ സർവഭൂതേഷു ഞാനാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ബഹിരന്തരഭാവൃതം ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കണമെന്നുള്ള ആ ഭാവം ഉണ്ടല്ലോ, അത് ആത്മനിജാത്മാനം. അതേപോലെ തന്നെ തന്നിലും ആ പുറത്തുള്ള എല്ലാ വസ്തുക്കളിലും അതേമാതിരി തന്നിലും ഇത് കാണാൻ കഴിയും. എന്താണ് ആത്മാനം യഥാഖം അമലാശയാ. ഏതുമാതിരി ആ നിർമ്മല ചിത്തനായിട്ട് ആകാശം എല്ലാറ്റിലും ഉള്ളിലും പുറത്ത് നിലനിൽക്കണു അതുമാതിരി എന്നെ തന്നെ കാണാനാവണം. ആ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പൊതുവിലെ ഉത്സവങ്ങളും പൂജയും ക്ഷേത്രദർശനവും അതുമാതിരി സത്തുക്കളായുള്ള സംഗമ ബന്ധങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതി സർവാണി ഭൂതാനി മത്ഭാവേന മഹാദ്യുതേ സഭാജയൻ മന്യമാനോ ജ്ഞാനം കേവലമാശ്രിത. അത് ഉദ്ധവ മഹാദ്യുതേ എന്നാ ഉദ്ധവനെ വിളിക്കണേ. ഇപ്രകാരം ഉണ്ടല്ലോ ഈ ഏകമായിട്ടുള്ള അതില്ലേ ഞാൻ യഥാർത്ഥത്തിൽ എന്തേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. അതിനെ ആശ്രയിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സർവാണി ഭൂതാനി മൽഭാവേന മന്യമാന സഭാജയൻ. അപ്പം എന്താണ്? എല്ലാ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഞാൻ തന്നെയാണെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് എല്ലാവരെയും ആദരിക്കാൻ കഴിയണമെന്ന് പറയുകയാണ്. ബ്രാഹ്മണേ പുൽക്കസേ സ്തേനി ബ്രഹ്മണ്യേ സ്ഫുലിംഗേ അക്രൂരേ ക്രൂരകേ ചെയ്വ സമുദ്ര പണ്ഡിതോ മതാ. ഒരു ബ്രാഹ്മണനായിക്കോട്ടെ, അല്ല ഒരു ചണ്ടാളനായിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, ആ ബ്രാഹ്മണ ഭക്തനായിക്കോട്ടെ, സൂര്യനായിക്കോട്ടെ, തീപ്പൊരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്രൂരനായിക്കോട്ടെ, ക്രൂരനായിക്കോട്ടെ, ഇങ്ങനെ എല്ലാറ്റിലും ഒരേ ഭാവത്തിൽ സമദൃഷ്ടിയോടുകൂടി കാണുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ എന്നാണ് ഞാൻ പറയുകയാണ്. അതാണ് യഥാർത്ഥ. അതായത് ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനി. ആ ജ്ഞാനിയുടെ ലക്ഷണം അതാണ് എന്നാണ് ഭഗവാൻ പറയണത്. നരേഷ്വഭീക്ഷണം മൽഭാവം പുംസോ ഭാവയതോരിരൽ സ്പർദ്ധാസൂയാ തിരസ്കാര സാഹങ്കാരാവിയന്തി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നരേഷു എല്ലായ്പ്പോഴും ഇങ്ങനെ മൽഭാവത്തെ ഭാഗ്യമില്ലേ ആ പുംസ എങ്ങനെ മനുഷ്യന്മാരെല്ലാവരും സമഭാവത്തിലാണെന്നുള്ള ഇങ്ങനെ ചിന്തിച്ച് ഉറപ്പിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് എന്തുണ്ടാവും? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇതിൽ സ്പർദ്ധ, അസൂയ, തിരസ്കാര, ഇത് ഭാവങ്ങളുണ്ടല്ലോ, അതും അഹങ്കാരവും എല്ലാം നശിക്കുന്നു പറയുകയാണ്. എന്താണ് ഈ അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? തന്നേക്കാൾ മീതുള്ള ആൾക്കാരോട് അസൂയ ഉണ്ടാവും. അതിൽ വലിയ കേവനാണല്ലോ, എനിക്ക് അങ്ങനെ ആവാൻ പറ്റിയില്ല എന്നുള്ള അസൂയ. പിന്നെ സ്പർദ്ധ, തൻ്റെ തുല്യന്മാരായുള്ള ആൾക്കാരോട് സ്പർദ്ധ, ഞാനാ കേവൻ നീയാ കേവൻ എന്നുള്ള ഭാവം. പിന്നെയോ താഴെയുള്ള ആൾക്കാരോടൊരു തിരസ്കാരമോ അവർക്കൊന്നും നേടാവണമെന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഭാവം ഇതില്ലേ. ഇങ്ങനെയുള്ള ഭാവങ്ങൾ ഒന്നും ഉണ്ടാവില്ല. അതിന് കാരണം അഹങ്കാരത് അഹരം കൊണ്ട് അത് വരുന്നത്. ശരീരത്തിൽ താനാണെന്നുള്ള ഭാവം കൊണ്ട് ഞാൻ കേമനാന്നുള്ള ഭാവമൊക്കെ വരുന്നത്. അതുകൊണ്ട് അജിരാൽവി എന്തിഹി, ഇങ്ങനെ ഈ എല്ലാറ്റിലും പ്രപഞ്ചത്തിലും മുഴുവൻ ഞാനാണെന്ന് അറിഞ്ഞിരിക്കുന്ന ഭാവം വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഈ ഭാവങ്ങളെ, അതായത് ഈ അഹങ്കാരവും അതുകൊണ്ടുണ്ടാകുന്ന സ്പർദ്ധ, അസൂയ, തിരസ്കാരം എന്നുള്ള ഭാവങ്ങളും എല്ലാം നശിക്കും എന്ന് പറയുകയാണ് ഭഗവാൻ. വിസൃജ്യ സ്മയമാനൻ സ്വൻ ദൃശം വ്രീഡം ച ദൈഹികം പ്രണമേൽ ദണ്ഡവൽ ഭൂമാവാശ്വചാണ്ഡാലഗോഖരം. ഇങ്ങനെ അതില്ലേ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കളിയാക്കിക്കോട്ടെ, അതിനൊന്നും ഇല്ലാണ്ട് ലജ്ജ കൂടാതെ എന്ത് ചെയ്യാൻ പറയണം? വീടാംച്ച ദൈഹി, ലജ്ജയും ശരീരത്തിലുള്ള ബോധമൊക്കെ വെച്ചിട്ട് പ്രണമേൽ ദണ്ഡവൽ ഭൂമാവാശ്വ ചാണ്ഡാലഗോകരം. ആ ഭൂമിയിൽ എന്തിലും അത് ഇതുണ്ടല്ലോ, അതിലൊരു പശു ആയിക്കോട്ടെ, ചണ്ടാളനായിക്കോട്ടെ, കഴുതയില്ലേ, ഭൂമിയിൽ വീണങ്ങോട്ട് നമസ്കരിക്കാൻ കഴിയുന്ന ലജ്ജ ഇതല്ലേ. സജ്ജനങ്ങളെ കാണുന്നില്ല മാത്രമല്ല ആരെ കണ്ടാലും ലജ്ജ കൂടാണ്ട് വീണ്ടും നമസ്കരിക്കാനുള്ള കഴിവുണ്ടല്ലോ, അതുണ്ടായിത്തീരുന്ന് പറയണം. അത് കണ്ട ആരെങ്കിലും പരിഹസിക്കുന്നുള്ള ഭാവമോ അങ്ങനെ ശരീര സംബന്ധിയായിട്ടുള്ള അഹങ്കാരോ ഭാവത്തെ ഒന്നുമില്ലാണ്ട് അതാണ് ലജ്ജ കൂടാതെ എന്ന് പറയണം. അങ്ങനെയുള്ള ഭാവത്തിൽ യാവൽ സർവേഷു ഭൂതേഷു മദ്ഭാവോ നോപജായതേ താവദേവമുപാസീത
വാങ്മനക്കായവർത്തിഭി. അങ്ങനെ എല്ലാ ഭൂതങ്ങളിലും ഞാനാണെന്നുള്ള ഭാവം എത്തുന്നത് വരെ എന്ത് വേണം? അത്രയും കാലം വരെ മനസ്സും ശരീരവും വാക്കുകളെയും കൊണ്ട് പ്രവൃത്തികളും എന്നെ തന്നെ ഉപാസിച്ചുകൊണ്ട് അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കണം. ഈ പൂജയും ഈശ്വര ഭജനവും ക്ഷേത്ര ദർശനവുമല്ല ഇത്ര കാലം ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാറ്റിലും ഞാനാണ് എന്നുള്ള ആ ഭാവം വന്ന് ആ സർവാത്മഭാവം ഉണ്ടാവുന്നവരെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുകയാണ് ഭഗവാൻ. സർവം ബ്രഹ്മാത്മകം തസ്യ വിദ്യയാത്മനീഷയാ പരിപശ്യന്നുപരമേൽ സർവതോ മുക്ത സംശയ. അങ്ങനെ എല്ലാം ബ്രഹ്മാണ് എന്നുള്ള ഭാവത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്? ആത്മമനീഷ, അങ്ങനെ ആത്മജ്ഞാനം കൊണ്ടുണ്ടായിട്ടുള്ള ആ വിദ്യ കൊണ്ട് ഉറപ്പായി കഴിഞ്ഞു വെച്ചാൽ പിന്നെന്താണ്? എല്ലാറ്റിൽ നിന്നും മുക്ത സംശയ, എല്ലാ സംശയങ്ങളും നിർത്തി വന്നിട്ട് യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് ആ മെല്ലെ മെല്ലെ ഉപരതി പ്രാപിക്കാൻ കഴിയുമെന്ന് പറയുകയാണ്. പിന്നെ ഈ ഇതില്ലേ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ പരിപൂർണ ജ്ഞാനത്തിൽ അങ്ങനെ ഇരിക്കാൻ കഴിയും. എങ്ങനെയാണ്? അയം ഹി അയം ഹി സർവകൽപ്പാനം സദ്രീജീനോ മതോ മമ മദ്ഭാവ സർവഭൂതേഷു മനോവാക്കായ വൃത്തിഭി. അങ്ങനെ ഇതാണ് സർവകൽപ്പാനാം, സകല ഭൂതങ്ങളിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തികളെ കൊണ്ട് എൻ്റെ ഭാവം എന്നുള്ളതാണ് എല്ലാ ഉപായങ്ങളിലും വെച്ച് ഏറ്റവും എളുപ്പവും നല്ലതുമാണെന്നാണ് എൻ്റെ ഭാവം. ഇങ്ങനെ എല്ലാറ്റിലും എന്നെ കണ്ടുകൊണ്ട് ഭജിക്കുക, എല്ലാം എന്നിലായിട്ട് അർപ്പിച്ചുകൊണ്ട് ഭജിച്ചു കഴിഞ്ഞു വെച്ചാൽ ഞാനാണ് എല്ലാം എന്നുള്ള ഭാവം ഇല്ല. അതായത് ഈ തരംഗങ്ങൾ, തിരമാലകളെല്ലാം ഉണ്ടല്ലോ, തിരമാലകൾ യഥാർത്ഥത്തിൽ എന്താണ്? സമുദ്രത്തിൻ്റേതാണ് തിരമാലകൾ. അല്ലാണ്ട് തിരമാലകളുടെ എല്ലാ സമുദ്രം ആ ഭാവം വരും. അപ്പോൾ കാണുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, തിരമാലകളെ കണ്ടാൽ നമ്മൾ എന്താ തോന്നേണ്ടത്? അത് സമുദ്രമാണെന്നുള്ളത്. ആഭരണങ്ങളെ കണ്ടാൽ എന്താ തോന്നേണ്ടത്? സ്വർണ്ണമാണെന്നുള്ളത്. അങ്ങനെ ആ ഭാവത്തിലെ എല്ലാറ്റിലും ഭഗവാൻ എന്നുള്ള ഭാവം, അതാണ് പരിപൂർണമായിട്ടുള്ള ഏകാത്മ ദർശനം. അത് എത്തുന്നത് വരെ ഭഗവാനെ ഭജിച്ച് നാമം ജപിച്ചും കീർത്തനം ചെയ്തും സത്തുക്കളെ പൂജിച്ചുകൊണ്ട് അങ്ങനെ ചെയ്ത് മനസ്സിനെ ശുദ്ധി വരുത്തി പരിശ്രമിക്കുക. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്നാണ് ഭഗവാൻ പറയണത്. നഹ്യങ്കോപക്രമേ ധ്വംസോ മദ്ധർമ്മസ്യോദ്ധവാന്നൊപി മയാം വ്യവസിത സമ്യക് നിർഗുണത്വാൽ അനാശിഷ. ഉദ്ധവ, നോക്കൂ, എൻ്റെ ഈ ധർമ്മം, ഞാൻ പറഞ്ഞുള്ള ഈ ധർമ്മം ഉണ്ടല്ലോ, അതായത് എന്നെ സേവിക്കുക എന്നുള്ള ഈ ലക്ഷണമായിട്ടുള്ള ഈ ധർമ്മം, ഇതിൻ്റെ അതിൽ പരിശ്രമിച്ചുള്ള ഒരാൾക്കുണ്ടല്ലോ ഒരിക്കലും എങ്ങനെയാണ് ഇതെന്ന് നാശം വരില്ല എന്ന് പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ആശ്രയിക്കുന്ന ആൾക്കാർക്കുണ്ടല്ലോ മെല്ലെ മെല്ലെ നിർഗുണത്വം എന്നുള്ള ഭാവം വരും. ഈ നിർഗുണത്വം എന്നുള്ള ഭാവം വന്നു കഴിഞ്ഞാൽ ഈ ഗുണങ്ങളും അതിനോടുള്ള ചേർച്ച കാരണം കൊണ്ടാണ് ഈ അതിൽ നാശം വരണത്. അതില്ലാണ്ട് തീരും. അതുകൊണ്ട് എന്താണ്, ഈ എന്നെയുള്ള ഭജനം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് നാശമില്ലാണ്ട് അങ്ങനെ വേണ്ട രീതിയിൽ പോകാൻ കഴിയുമെന്ന് പറയുകയാണ്. അതാണ് എൻ്റെ അഭിപ്രായം. യോ യോ മൈപരേ ധർമ്മ കൽപ്യതേ നിഷ്ഫലായ ചേൽ തദായാസോ നിരർത്ഥസ്യൽ ഭയാദേരിവ സത്തമാ. പിന്നെയുണ്ട് വേറെ സാധാരണ രീതിയിൽ നിഷ്ഫലങ്ങളായുള്ള പല പ്രവൃത്തികളുണ്ട്. അതായത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടി, അതുമാതിരി ദുഃഖം, അങ്ങനെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതും ശരിക്കും എന്നിൽ അർപ്പിച്ച് കഴിഞ്ഞു വെച്ചാൽ അതും കൂടി ഫലമായി തീരുന്നു പറയുകയാണ്. അതായത് എന്നെ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അല്ലേ സാധാരണ എന്താ ഉണ്ടാവുക? പേടിൻ്റെ വെച്ചാൽ എന്താ ചെയ്യുക? നമ്മൾ പേടിച്ച് ഓടും. അല്ലാതെ ദുഃഖം ഉണ്ടായാൽ കരയങ്ങളുള്ള ഫലങ്ങളൊക്കെ അതിലുണ്ടാവാറുണ്ട്. നേരെ മറിച്ച് ഈ ഭാവം തന്നെ ആ ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടിട്ട് അത് ആയാസോ നിരർത്ഥസ്യാൽ ഭയാദേരിവസത്ത്, അതും കൂടിയിട്ട് എന്നിൽ അർപ്പിച്ച് കഴിഞ്ഞു വെച്ചാൽ എന്താ ഉണ്ടാവുക? അതും കൂടിയിട്ട് എങ്ങനെയാണ് നിഷ്കാമമായിട്ട് വന്നു കഴിഞ്ഞാൽ അതും ഫലമുള്ളതായി തീരും. കാരണം എന്നെ പ്രാപിക്കാൻ സാധിക്കുന്നു പറയാം. അതായത് വെറും ഒന്നുമില്ല, ഭഗവാനെയുള്ള പേടി കൊണ്ട് മാത്രം ഭജിച്ചിട്ട് കംസൻ ഭഗവാനെ പ്രാപിക്കാൻ കഴിഞ്ഞില്ലേ? അങ്ങനെ അതുമാതിരി വെറുതെ ദുഃഖം വരുമ്പോൾ, വളരെയധികം വിഷമങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിൽ മോചനം ലഭിക്കും. ഇങ്ങനെയെല്ലാം നിഷ്കാമമായിട്ട് എന്ത് തരത്തിലുള്ള ഭാവങ്ങളായാലും അതൊക്കെ ഭഗവാനിൽ അർപ്പിച്ചാൽ അത് മോക്ഷതായിട്ട് പറയുകയാണ്. മോക്ഷപ്രാപ്തിക്ക് ഉപകാരമായി തീരും. ഏഷാ ബുദ്ധിമതം ബുദ്ധി മനീഷാച മനീഷിണം യൽ സത്യമാമൃതേനേഹ മർത്തേന ആപ്നോതി മാമൃതം. ഇങ്ങനെ എന്താണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്? അമൃതേന, അതായത് വാസ്തവത്തിലുള്ള അസത്യമായുള്ള ഈ മനുഷ്യദേഹം കൊണ്ട് എന്താ ചെയ്യേണ്ടത്? അമൃതം സത്യം ഋതം മാം ആപ്നോതി ഇതിയൽ. അതായത് ഈ അനിത്യമായിട്ടുള്ള അസത്യമായിട്ടുള്ള ഈ മരിച്ചു പോകുന്ന മനുഷ്യ ശരീരം കൊണ്ട് ലഭിച്ചാൽ എന്താ വേണ്ടത്? ഒരിക്കലും നാശമില്ലാത്തതായിട്ടുള്ള അതുമാതിരി എപ്പോഴും സത്യമായിട്ടുള്ള നിർവികാരനായിട്ടുള്ള എന്നെ പ്രാപിക്കുന്നുണ്ടല്ലോ, അതുതന്നെയാണ്
ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബുദ്ധിമാന്മാർക്ക് വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേക ബുദ്ധി കൊണ്ട് അതാണ് ലഭിക്കേണ്ടത്. അതുമാതിരി മനീഷികളായിട്ടുള്ള ആൾക്കാരുടെ ആ ചാതുര്യം കൊണ്ട് ലഭിക്കേണ്ടതാണ്. അതും ഇത് തന്നെ എന്നെ തന്നെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതാണ് അപ്പോൾ ഏഷതേ വിഹിത കൃഷ്ണോ ബ്രഹ്മവാദസ്യ സംഗ്രഹ സമാസവ്യാസവിധിന ദേവാനാമവിദുർഗമ. അതുകൊണ്ട് ഉദ്ധവ ഈ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇതാണ് ദേവന്മാർക്ക് കൂടിയിട്ട് ധരിക്കാൻ വളരെയധികം പ്രയാസമായിട്ടുള്ള ആ ബ്രഹ്മവാദത്തിൻ്റെ ആ ചുരുക്കം, സമസ്തമായിട്ടുള്ള സാരം അതിങ്ങനെ സംക്ഷേപിച്ചും വിസ്തരിച്ചും കൊണ്ട് ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു. ഇതിൻ്റെ അവസാനം എന്തേ ഉള്ളൂ? അഭീഷ്ണശസ്തേകതിതം ജ്ഞാനം വിസ്പഷ്ടയുക്തിമൽ ഏതൽ വിജ്ഞായമുച്ഛേദ പുരുഷോ നഷ്ടസംശയ. ഏറ്റവും നല്ല യുക്തിയോട് കൂടിയിട്ടുള്ള പറഞ്ഞിട്ടുള്ളതായാലും ഈ ബ്രഹ്മജ്ഞാനം ഉണ്ടല്ലോ, അത് പല പ്രാവശ്യവും ഞാൻ അങ്ങേക്ക് പല രീതിയിൽ പറഞ്ഞു തന്നു. ഇതിനേക്കാൾ വേണ്ട രീതിയിൽ അറിഞ്ഞിട്ട് സംശയങ്ങളൊക്കെ തീർന്നാൽ കഴിഞ്ഞാൽ ആ പുരുഷൻ എന്തു ചെയ്യും? അവൻ മോക്ഷം പ്രാപിക്കും. സുവിവിക്തം തവ പ്രശ്നം മമൈതവിധാരയിൽ സനാതനം ബ്രഹ്മഗുഹ്യം പരം ബ്രഹ്മാതിഗച്ഛതി. ഞാനിങ്ങനെ വളരെ വിസ്തരിച്ച് സ്പഷ്ടമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള അങ്ങയുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ധരിക്കല്ലോ. അതൊക്കെ ചെയ്തെന്ന് കഴിഞ്ഞാൽ ബ്രഹ്മഗുഹ്യം സനാതനം പരം ബ്രഹ്മ അധിക വേദത്തിൽ കൂടി മറിഞ്ഞിരിക്കുന്നതല്ല, വേദങ്ങൾക്ക് കൂടിയിട്ട് യഥാർത്ഥത്തിൽ പറഞ്ഞു തരാൻ കഴിയാത്തതായിട്ടുള്ള ആ ശാശ്വത പരമത്വത്തെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ എൻ്റെ മാർഗം, ഞാൻ പറഞ്ഞ നല്ല മാർഗങ്ങളിൽ കൂടെ അങ്ങേക്ക് പ്രാപിക്കാൻ കഴിയും. അതുകൊണ്ട് ഉദ്ധവ ഏതൻ മമ ഭക്തേഷു സമ്പ്രദദ്യാൽസു പുഷ്കലം തസ്യാഹം ബ്രഹ്മദായസ്യ ദദമ്യാത്മാനമാത്മന. അതുകൊണ്ട് ഉദ്ധവ ഇതെല്ലാം ഞാൻ പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു ചെയ്യണോ? അവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മോപദേശം ചെയ്തിട്ടുള്ള ഇങ്ങനെ ബ്രഹ്മത്തിൻ്റെ ഉപദേശം തന്നെയാണ് അവർ ഇതിലെ ഭക്തന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക ചെയ്യണത്. അങ്ങനെയുള്ള അവർക്ക് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആത്മാനന്ദത ഞാൻ എന്നെ തന്നെ അവർക്ക് കൊടുക്കുന്നു പറയുകയാണ്. അത്രയധികം സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്, മറ്റുള്ള ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഏതൽ സമിലീത പവിത്രം പരമം ശുചി സംഭൂയേതാഹരകർമ്മം ജ്ഞാനദീപേന ദർശയൻ. ആര് വളരെ പരിശുദ്ധമായിട്ടുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള നല്ല ശുദ്ധിയെ ജനിപ്പിക്കുന്നതായിട്ടുള്ള ഈ തത്വങ്ങളെ മുഴുവൻ രാവും പകലും അല്ലെങ്കിൽ ദിവസവും അങ്ങനെ ശ്രദ്ധയോടുകൂടി പഠിക്കുമോ, ആ വ്യക്തി എങ്ങനെയാണ് അറിവാകുന്ന വെളിച്ചം കൊണ്ട് അതിലെ ഞാൻ തന്നെ എന്നെ കാട്ടിക്കൊടുക്കുന്നതായിട്ടുള്ള ആ മാർഗത്തിൽ കൂടിയിട്ട് സ്വയം പരിശുദ്ധനായിട്ട് എന്നെ പ്രാപിക്കും. ഏതൽ ശ്രദ്ധയാ നിത്യം അവ്യഗ്ര ശ്രമയന്നര മൈ ഭക്തിം പരാം കുർവൻ കർമ്മഭിർനസബദ്ധ്യതേ. ആര് ശ്രദ്ധയോട് കൂടിയിട്ട് യാതൊരു വലിയ വ്യഗ്രത ബദ്ധപ്പാടൊന്നും കൂടാണ്ടത് കേട്ടിട്ട് എന്നിൽ ഭക്തി ഉണ്ടാക്കണോ, ആ മൈ ഭക്തിം പരാം കുർവൻ കർമ്മഭിർനസബദ്ധ്യത. അങ്ങനെ ആ ഭക്തിയുള്ള ആ വ്യക്തിക്ക് പിന്നീട് ഒരു കർമ്മങ്ങളിൽ നിന്നുള്ള ബന്ധനം ഇല്ലാണ്ട് തീരും എന്ന് പറയുകയാണ്. അഭ്യുദ്ധവ ത്വയാ ബ്രഹ്മ സഖേ സമവധാരിതം അവിദേവികതോ മോഹ ശോകശ്ചാസൗ മനോഭവ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, ഉദ്ധവ ചങ്ങാതി നോക്കൂ, ഇപ്പോൾ നമുക്ക് ഒരുവിധം ഈ ബ്രഹ്മം എന്നുള്ള വേണ്ട രീതിയിൽ ധരിക്കപ്പെട്ട് കഴിഞ്ഞു. നിന്റെ ആ സംശയങ്ങളും മനസ്സിലുള്ള മോഹങ്ങളും ആ ദുഃഖവും ഒക്കെ വിട്ടു തീർന്നുവോ ചോദിക്കുകയാണ് ഭഗവാൻ ഉദ്ധവനോട്. നൈതത്വയാ ദാംഭികായ നാസ്തികായ ഷഠായ ച അശുശ്രൂഷോരഭക്തായ ദുർവിനീതായ ദീയതാം. ഉദ്ധവ ഈ പറഞ്ഞു തരുന്ന തത്വങ്ങളുണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും വെറും ദമ്പന്മാർ, അതായില്ലേ ധർമ്മിഷ്ഠനാണെന്ന് ഭാവം മാത്രമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ വേദത്തിലും ഈശ്വരനും വിശ്വാസമില്ലാത്ത ആൾക്കാർക്കോ ഷഠന്മാർക്കോ അതുമാതിരി വേണ്ട ശ്രദ്ധ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കാത്ത ആൾക്കാർക്ക്, അതാണ് അശുശ്രൂഷോ എന്ന് പറയുക. കേൾപ്പാൻ ശ്രദ്ധ ഇല്ലാത്ത ആൾക്കാരാണ് അശുശ്രൂഷകൾ. അവർക്കോ അതുമാതിരി ഒട്ടും വിനയില്ലാത്ത ആൾക്കാർക്കോ ഇതൊന്നും ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് ഉദ്ധവ. ഏതൈർദോഷൈർവിഹീനായ ബ്രഹ്മണ്യായ പ്രിയായ സാധവേശുതേ ഭൂയൽ ഭക്തിസ്യാൽ ശൂദ്രയോഷിതം. എന്നാൽ ഈ ദോഷങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള ബ്രഹ്മണ്യായ നല്ല ബ്രാഹ്മണ ഭക്തന്മാരായിട്ടുള്ള അതിൽ സത്തുക്കളായിട്ടുള്ള ആൾക്കാർക്ക് അവർ പറഞ്ഞു കൊടുത്തു വെച്ചാൽ എന്തായാലോ അവർക്കെല്ലാവരും ശുദ്ധിക്ക് കാരണം അവർക്ക് ഭക്തി ഉണ്ടാവും. ഭക്തിസ്യാൽ ശൂദ്രന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ അവർക്കും കൂടിയിട്ട് ആ ഭക്തി ഉണ്ടാവും ഉദ്ധവ. അവരെയൊക്കെ ശുദ്ധീകരിക്കപ്പെടും ചെയ്യുന്ന വരികയാണ്.
നൈതൽ വിജ്ഞായ ജിജ്ഞാസോ ജ്ഞാതവ്യമവശിഷ്യതേ പീത്വാ പീയൂഷമൃതം പാതവ്യം നാവശിഷ്യതേ. ഈ തത്വത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള ഒരാൾക്ക് പിന്നീട് അറിയേണ്ടതായിട്ട് ഒന്നുമില്ല. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു വെച്ചാൽ ഈ എൻ്റെ തത്വം, ആത്മതത്വം, ഭാഗവധർമ്മങ്ങളിൽ കൂടെ എങ്ങനെ എന്നെ പ്രാപിക്കാൻ കഴിയും, ഞാനാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്, ആ ഭാവം ഉണ്ടല്ലോ, അത് അറിഞ്ഞു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പിന്നീട് അറിയേണ്ടതായിട്ടുള്ള ഒന്നും അവശേഷിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പീത്വാ പീയൂഷമൃതം പാതവ്യം നാവശിഷ്യതേ. ഈ അമൃതം പാനം ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ പിന്നെ പാനം ചെയ്യേണ്ടതായിട്ടുള്ള യോഗ്യതായിട്ടുള്ള വസ്തുവും വേറെ ഇല്ല എന്ന് പറയുകയാണ് ഭഗവാൻ. ജ്ഞാനേ കർമ്മണി യോഗേജ വാർത്തായം ദണ്ഡധാരണേ യാവാനർത്ഥോ നൃണം താത താവാം സ്തേഹം ചതുർവിധ. ഇതില്ലേ ജ്ഞാനം കൊണ്ട്, കർമ്മം കൊണ്ട്, യോഗം കൊണ്ട്, അതുമാതിരി കൃഷിയാദി വ്യാപാരങ്ങളെ കൊണ്ട്, അതുമാതിരി ഓരോ നീതിശാസ്ത്രത്തിലും ഒക്കെ കേവന്മാരായിട്ടുള്ള മനുഷ്യന്മാർക്കുണ്ടല്ലോ എന്തൊക്കെ അർത്ഥങ്ങൾ ഈ പ്രയോജനമുണ്ടോ അത്രത്തോളം ഇത് 4 വിധ പ്രയോജനങ്ങളുണ്ടല്ലോ എല്ലാം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് കൊടുക്കേണ്ടത് ഉദ്ധവ എന്ന് പറയുകയാണ്. അതായത് ഇതിൽ എന്താണ്, ജ്ഞാനം കൊണ്ട് മോക്ഷം ലഭിക്കാൻ കഴിയും, അതുമാതിരിയോ കർമ്മം കൊണ്ട് എന്താ ചെയ്യാനും ധർമ്മം അതിൽ കിട്ടും, പിന്നെയോ ഈ കൃഷി, അതുമാതിരി വാർത്ത അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്ടാവുക, അത് അർത്ഥം ലഭിക്കും. പിന്നെയോ യോഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാമവും അതുമാതിരി എന്താണ് ലഭിക്കുക. അങ്ങനെ അപ്പോൾ 4 തരത്തിലുള്ള പുരുഷാർത്ഥങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്, എല്ലാം യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് ഉദ്ധവ കൊടുക്കണത് എന്ന് പറയുകയാണ്. മർത്യോയതാ. അതുകൊണ്ട് ഉദ്ധവ ഈ 4 പുരുഷാർത്ഥങ്ങളുടെ പിന്നാലെ നിന്ന് ഓടിപ്പോണ്ട, അല്ലെങ്കിൽ ഇതെല്ലാം ലഭിക്കണം വെച്ചാൽ എന്തേ വേണ്ടൂ, താവാം സ്തേഹം ചതുർവിധ. ഞാൻ യഥാർത്ഥത്തിലാണ്, നിനക്ക് ഞാൻ മതി, ഇതെല്ലാം തേഹം ഞാൻ തന്നെ മതി നിനക്ക്. ഇതെൻ്റെ അതായത് എന്നിലുള്ള ഭക്തി കൊണ്ടും ഇല്ല അതുകൊണ്ടല്ലോ, ഈ അർപ്പിച്ച ഭാവം കൊണ്ടുണ്ടല്ലോ നമുക്ക് ഇതെല്ലാം നേടാൻ കഴിയുമെന്ന് പറയണം ഭഗവാനോട്. മർത്യോയതാ ഉദ്ധവനോട് പറയണം ഭഗവാൻ. മർത്യോയതാ ത്യക്ത സമസ്തകർമ്മ നിവേദിതാത്മാ വിജിഗീർഷിതോ മേ തദാ അമൃതത്വം പ്രതിപദ്യമാനോ മയാത്മഭൂയായ ച കൽപ്പതേ വൈ. ആ മനുഷ്യൻ എപ്പോ എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചിട്ട് എനിക്കായിക്കൊണ്ട് സമർപ്പിച്ച മനസ്സോടുകൂടി ഇരിക്കണോ, തഥാ സ മേ എനിക്ക് വളരെയധികം വിശിഷ്ടനായിട്ട് ഇഷ്ടമുള്ളതായി തീർന്നിട്ട് എന്ത് ചെയ്യും, അമൃതത്വത്തിനെ പ്രാപിക്കും കേട്ടോ. മയാ ആത്മഭൂയായ കൽപ്പതേ. അവസാനം വേറെ ഒന്നും വേണ്ട, പുരുഷാർത്ഥങ്ങളോ ഒന്നും വേണ്ട ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സ്വർഗവും വേണ്ട, പിന്നെ ഇതായിട്ടുള്ള മോക്ഷം ഒന്നുമില്ല, എന്നെ തന്നെ പ്രാപിച്ചുകൊണ്ട് അതിനുള്ള യോഗ്യനായി തീരുന്നു പറയുകയാണ്. എല്ലാ കർമ്മങ്ങളിലും അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ത്യജിച്ചുകൊണ്ട് എന്നെ തന്നെ ആശ്രയിക്കുക. അതാണ് ഗീതയിലും പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാ ധർമ്മങ്ങളും തിരിച്ചുകൊണ്ട് എന്നെ തന്നെ ആശ്രയിച്ചാൽ മതി, എല്ലാ പാപങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിച്ചുകൊണ്ട് ആ ഞാൻ തന്നെ ഉണ്ടെന്ന് പറയും. അതാണ് പറയുന്നത്. മർത്യോയത ത്യക്ത സമസ്തകർമ്മ നിവേദിതാത്മാ വിജിഗീർഷിതോ മേ തത് അമൃതത്വം പ്രതിപദ്യമാനോ മയാത്മഭൂയായ ച കൽപ്പതേ വൈ. അതായത് താൻ ഇതിനെല്ലാം നിന്ന് ആഗ്രഹത്തോടു കൂടിയിട്ട് എന്നെ തന്നെ പ്രാപിച്ചുള്ള ആ ഭക്തനുണ്ടല്ലോ, അവന് മറ്റൊന്നും വേണ്ട എന്നുള്ള ഭാവത്തിൽ ഞാൻ തന്നെ മതി എന്നുള്ള ഭാവത്തിൽ എന്നെ ആശ്രയിച്ച ആൾക്ക് ഞാൻ എല്ലാം കൊടുക്കും, അവസാനം എന്നെ തന്നെ കൊടുക്കും, ആത്മഭൂയായ ഞാനായിട്ടുള്ള ഐക്യം തന്നെ കൊടുക്കും എന്ന് പറയുകയാണ് ഭഗവാൻ. ഇങ്ങനെയുള്ള ഭഗവാൻ ഉപദേശിച്ച സമയത്ത് ശ്രീശുവാച സേവം ആദർശിതയോഗമാർഗ തദോത്തമശ്ലോകവചോ നിശമ്യ ബദ്ധാഞ്ജലി പ്രീത്യുപരുദ്ധ കണ്ടോ നകിഞ്ചിതൂജേശ്രുപരിപ്ലുതാക്ഷ. ഇങ്ങനെ യോഗമാർഗങ്ങൾ ആദർശിത അതായത് യോഗമാർഗങ്ങളെല്ലാം കാട്ടിക്കൊടുത്തിട്ട് ഭഗവാൻ എന്നുള്ള വാക്യങ്ങളെയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഉദ്ധവൻ തൊഴുകയോടുകൂടിയിട്ട് പ്രീത്യുപരുദ്ധ സന്തോഷം കൊണ്ട് തൊണ്ട ഇടറിയും കൊണ്ട് അശ്രുപരിപ്ലുതാക്ഷ കണ്ണിൽ നിന്ന് കണ്ണീരങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നുകൊണ്ട് ഒന്നും മിണ്ടാൻ വയ്യാണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്നു. നകിഞ്ചിതൂജേശ്രുപരിപ്ലുതാക്ഷ ഒന്നും മിണ്ടാൻ വയ്യാണ്ട് അങ്ങനെ നിന്നു. എന്നിട്ടോ വിഷ്ടഭ്യചിത്തം പ്രണയാവഹൂർണം നയ്യേണ രാജൻ ബഹുമന്യമാന
കൃതാഞ്ജലി പ്രായതു പ്രവീരം ശീർഷാസ്പൃശൻ തൽച്ചരണാരവിന്ദം. എന്നിട്ട് മെല്ലെ എന്ത് ചെയ്തു? ആ മനസ്സിനെ ആ ധൈര്യം കൊണ്ട് ഉറപ്പിച്ചിട്ട് ചിത്തം ധൈര്യേണ വിഷ്ടഭ്യ രാജൻ പരീക്ഷത്തിനോട് ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ്, ബഹുമന്യമാന ആ ഭഗവാനോടുകൂടി വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടിയിട്ട് പിന്നെയോ ആ സ്നേഹപരവശമായിട്ടുള്ള ആ മനസ്സിനെയാണ് ധൈര്യം കൊണ്ട് തല്ലി ഒതുക്കിയതേ. എന്നിട്ടോ കൃതാഞ്ജലി പ്രാഹയതുപ്രവീര തൊഴുതും കൊണ്ട് ആ യതുപ്രവീരനായിട്ടുള്ള ആ ഭഗവാനോട് പറയാൻ തുടങ്ങി. എങ്ങനെ? ശീർഷാസ്പൃശൻ തൽച്ചരണാരവിന്ദം, അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളെ ഇങ്ങനെ തൻ്റെ ശിരസ് കൊണ്ട് സ്പർശിച്ചിട്ട് വീണ് കിടന്ന് നമസ്കരിച്ചിട്ട് വീണ്ടും എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് പറയാണ്, ധൗവാച വിദ്രാവിതോ മോഹമഹന്തകാരോ യാശ്രിതോ മേ തവ സന്നിധാനാൽ വിഭാവസോ കിന്നു സമീപഗസ്യ ശീതം തമോഭി പ്രഭവന്ത്യജാദ്യ. ആ ഭഗവാനെ, അതായത് എന്താണ് ആ അജാദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനും ആദ്യ കാരണമായിട്ടുള്ള ഭഗവാനെ ഏതൊരു മോഹമഹാന്തകാരം ഇതിൽ ഈ മോഹമാകുന്ന ആ ഇരുട്ട് കൂരിരുട്ടുണ്ടായിരുന്നോ അതെന്നെ ഇങ്ങനെ ചുറ്റിപ്പടി ഇരിഞ്ഞിരിക്കുകയായിരുന്നു, അതെല്ലാം ഇപ്പം നഷ്ടമായി എന്ന് പറയണേ. എങ്ങനെ? ഈ ആശ്രിതോമേ തവ സന്നിധാനാൽ, അങ്ങയുടെ ആശ്രയം കൊണ്ട് തന്നെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. ഏതുമാതിരി? വിഭാവസോ സമീപകസ്യ, ആ അഗ്നിയുടെ അടുത്ത് ഇരിക്കുന്ന ആൾക്ക് തണുപ്പില്ലാണ്ടേവും ശീതം തമോ ഇരുട്ടില്ലാണ്ടേവും ഭീ അതില്ലേ അതുമാതിരി പേടിയും ഇല്ലാണ്ടേവും ഇതുമാതിരി പിന്നെ അതില്ലേ അതുമാതിരിയാണ് അങ്ങയെ ആശ്രയിച്ചുള്ള ആൾക്ക് എൻ്റെ എല്ലാ മോഹങ്ങളും എല്ലാം അന്ധകാരം തന്നെ മാറിയിരിക്കണു ഭഗവാനെ എന്ന് പറയുകയാണ്. പ്രത്യർപ്പിതോ മേ ഭവതാനുകമ്പിന ഭൃത്യായ വിജ്ഞാനമയ പ്രദീപ ഹിത്വാ കൃതജ്ഞസ്തവ പാദമൂലം കുഞ്ഞൽ സമീയൽ ശരണം ത്വദീയം. അങ്ങയുടെ ആ ഭൃത്യനായ എനിക്ക് ആ കാരുണ്യം കൊണ്ട് എന്ത് ചെയ്തു? വിജ്ഞാനമാകുന്ന അതായത് ആ അനുഭവജ്ഞാനമാകുന്ന പ്രദീപ ഈ വലിയ ദീപം അങ്ങ് തെളിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ടോ തവ അങ്ങയുടെ ആ ഈ പ്രവൃത്തിയെക്കുറിച്ച് കാരുണ്യമുള്ള ആരാണ്? അങ്ങയെ സംബന്ധിച്ചുള്ള അങ്ങയുടെ പാദമൂലത്തെ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിനെ ശരണം പ്രാപിക്കുക ഭഗവാന് ചോദിക്കാൻ ഇത്ര കരുണാനിധിയായിട്ടുള്ള അങ്ങയെ കൈവെടിഞ്ഞുകൊണ്ട് എന്താണ് ആ പരിപൂർണ ജ്ഞാനമാകുന്ന ആ വെളിച്ചം തന്നിട്ട് എല്ലാ അന്ധകാരത്തെയും അജ്ഞാനമാകുന്ന അന്ധകാരത്തിനെ മുഴുവൻ മാറ്റിയാണ് അങ്ങ് ചെയ്തത്. നോക്കൂ, പിന്നെയോ വൃക്ണശ്ചമേ സുദൃഢ സ്നേഹപാശോ നാശാർഹവിഷ്യന്തക സത്വദേശു പ്രസാരിത സൃഷ്ടിവിവൃദ്ധയേ ത്വയാ സ്വമായയാ ഹ്യാത്മസുബോധയേരിനാ. ഇപ്പതാ അങ്ങയാൽ ഇത് എങ്ങനെയാണ് ആ യഥാർത്ഥത്തിൽ എന്താണ്? ദശാർഹ വൃഷ്ണ്യന്തക സത്വതേഷു ദാശാർഹ വൃഷ്ണ്യന്തക സത്വതേ നമ്മുടെ കുടുംബക്കാരായിട്ടുള്ള ദാശാർഹന്മാരെ വൃഷ്ണികള് അന്തകന്മാര് സത്വതന്മാരിൽ ഇവരൊക്കെ ഉണ്ടായിരുന്ന അതില്ലേ ഞാൻ ആ കുടുംബത്തിൽപ്പെട്ടതാണ്, അവരെല്ലാം എൻ്റെ ബന്ധുക്കളാണെന്നുള്ള ആ സ്നേഹഭാസം ഉണ്ടായിരുന്നല്ലോ, അത് വളരെയധികം സുദൃഢമായിരുന്നു. അതെങ്ങനെയാണ് സുദൃഢ? സൃഷ്ടി വിവൃദ്ധയെ ത്വയാ പ്രസാരിത സ്വമായയാന്നാണ്. അതെങ്ങനെയാണ് സുദൃഢമായത്? അങ്ങയുടെ മായ കൊണ്ട് ഈ സംസാരത്തിൻ്റെ വർധനവിന് വേണ്ടിയിട്ട് അങ്ങ് അറിഞ്ഞില്ലേ ആ സൃഷ്ടി വിവൃദ്ധയെ അതിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്തിട്ടുള്ള ഈ മായ കൊണ്ടാണ് എനിക്ക് ഈ ഇതിലിങ്ങനെ ബന്ധം സുദൃഢമായിരുന്നതെന്ന് പറയുകയാണ്. പക്ഷെ അതെല്ലാം ഇതെങ്ങനെ വൃക്കണശ്ചമേ അതെല്ലാം ഉണ്ടല്ലോ ആ മുറിയപ്പെട്ടു ചെയ്യണം. എന്തുകൊണ്ട്? ആത്മസുബോധയേതിന ആത്മജ്ഞാനമാകുന്ന ആ ശസ്ത്രം കൊണ്ടുണ്ടല്ലോ, അതങ്ങാണ് ഈ എനിക്ക് തന്നത്. ആ ശസ്ത്രം ആത്മജ്ഞാനമാകുന്ന ശസ്ത്രം, അതുകൊണ്ട് ആ അറിവ് കൊണ്ടുണ്ട്. എന്തുകൊണ്ട്? എൻ്റെ ആ ബന്ധങ്ങളെയും എല്ലാം ഞാൻ മുറിച്ച് കഴിഞ്ഞിരിക്കണമെന്ന് പറയാണ് ഉദ്ധവൻ. ഇനി അതൊന്നും എനിക്ക് ബാക്കിയില്ല. പക്ഷെ എന്തേ ഉള്ളൂ? ഒറ്റ ഒന്നുണ്ട്. എന്ത്? നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുസാധിമാം യഥാ ത്വച്ചരണാംഭോജേ യതിസ്യാൽ അനവായിനി. ഭഗവാനെ മഹായോഗിൻ അങ്ങയുടെ ത്വച്ചരണാംഭോജി അങ്ങയുടെ പദാരവിന്ദങ്ങളിൽ ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള അനവായിനി രതി ആ സ്നേഹം എന്നുള്ളത് ഏത് മാതിരി അതെങ്ങനെ വർദ്ധിച്ചുണ്ടാവോ അത് വർദ്ധിച്ചു തരാൻ എന്നെ അനുഗ്രഹിക്കണേ അനുശാസിക്കണേന്ന് മാത്രമേ ഉള്ളൂ. തഥാ പ്രപൻ അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവനാണ് ഞാൻ. നമോസ്തുതേ മഹായോഗിൻ
പ്രപന്നമനുജാധിമാം യഥാ ത്വൽച്ചരണാംഭോജേ രതിസ്യാൽ അനപായിനി. ഈ ഒരൊറ്റ പ്രാർത്ഥനയോട് കൂടി ഒന്നും വേണ്ട. അവിടെ പാതാരവിന്ദങ്ങളിൽ ഭക്തി മാത്രമേ വേണ്ടൂ. ഒരിക്കലും ഒരു കാലത്ത് നശിക്കാത്തതായിട്ടുള്ള ഭക്തി അത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്നും പറഞ്ഞാണ് ഉദ്ധവൻ ഭഗവാനോട് തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ശ്രീ ഭഗവാൻ ഉവാച ഗച്ഛോദ്ധവ മയാദിഷ്ടോ ബദര്യാഖ്യം മമാശ്രമം തത്ര മൽപാദതീർത്ഥോദേ സ്നാനോപസ്പർശനൈശുചി. ഉദ്ധവ ഇവിടുന്ന് പോവൂ. എൻ്റെ പറഞ്ഞുള്ള ആ വാക്കുകളൊക്കെ ആദേശങ്ങളൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം? നേരെ ബദരിയാശ്രമത്തിലേക്ക് പോയിക്കോളൂ. അവിടെ ചെന്നിട്ട് എന്താണ് മൽപാദതീർത്ഥോദേ, എൻ്റെ പാദതീർത്ഥമായിരിക്കുന്ന ആ ഗംഗാനദി ഉണ്ടല്ലോ, അതിൽ ചെന്നിട്ട് സ്നാനവും കുളി ഉപസ്പർശനം ഇങ്ങനെയുള്ള പ്രവൃത്തികളെ കൊണ്ട് എന്തുണ്ടാവും? മനസ്സിനും ശരീരത്തിനും അങ്ങയ്ക്ക് ശുദ്ധി ലഭിക്കും എന്ന് പറയുകയാണ്. ഈക്ഷയാളകനന്ദായ വിദൂതാശേഷകൽമഷ വസാനോ വൽക്കലന്യംഗ വന്യഭുക് സുഖസ്പൃഹ. അവിടെ ബദരിയാശ്രമത്തിൽ എങ്ങനെയാണ് ഈ അളകനന്ദ എന്ന് ഗംഗാനദിയുടെ വേറൊരു പേരാണ്. അവിടെ ആ ഗംഗാനദി എങ്ങനെ കണ്ടുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, ഈക്ഷയാ ആ കാഴ്ച കൊണ്ട് തന്നെയാണ് വിദൂത അശേഷ കൽമഷ, എല്ലാ പാപങ്ങളും തീരുന്നു പറയുകയാണ് ആ ഗംഗാനദി കണ്ടാൽ തന്നെ കേട്ടോ. അവിടെ വൽക്കല അനിവസാന, വെറും മരപുരിയോ എന്തെങ്കിലുമൊക്കെ ധരിച്ചുകൊണ്ട് സുഖനിസ്പൃഹ, സുഖത്തിൽ ഒട്ടും താല്പര്യമില്ലാണ്ട് വന്യഭു കാട്ടിൽ കിട്ടുന്ന ഫലങ്ങളോ വേരുകൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടൂ കേട്ടോ. തിദിക്ഷു ദ്വന്ദ്വമാത്രാണം സുശീല സംയതേന്ദ്രിയ ശാന്ത സമാഹിതരിയ ജ്ഞാനവിജ്ഞാന സംയുത. അവിടെ എന്ത് ചെയ്യണം? ദ്വന്ദ്വമാത്രാണം തിദിക്ഷു അല്ലെ, അതായത് അന്യോന്യ വിരുദ്ധങ്ങളായിട്ടുള്ള പ്രകൃതി ധർമ്മങ്ങളുണ്ടല്ലോ, ചൂട്, തണുപ്പ്, ശോകം, മോഹം, ഇങ്ങനെ പല ദുഃഖം, സുഖം, അതല്ലെങ്കിൽ ജരാത്, അങ്ങനെ പല തരത്തിൽ എല്ലാ ദ്വന്ദ്വങ്ങളും ഇതെല്ലാം എങ്ങനെയാണ് യാതൊരു ആവലാതിയും കൂടാണ്ട് അതങ്ങനെ സഹനശീലനായിട്ട് സഹിക്കുക എന്നിട്ടോ. നല്ല ശീലം വരുത്തുക. സംയതി, എല്ലാ ഇന്ദ്രിയങ്ങളെയും ഒതുക്കിക്കൊണ്ട് ആ ഉറപ്പിക്കപ്പെട്ട ബുദ്ധിയോട് കൂടിയിട്ടായിട്ട് ആ മനസ്സിനെ ഉറച്ച ശാന്തനായിട്ട് മനസ്സിൽ യാതൊരു വികല്പങ്ങളും ഇല്ലാണ്ട് ജ്ഞാന വിജ്ഞാന സംയുത, ആ ബുദ്ധിയോട് ശാസ്ത്രജ്ഞാനവും വേണം, അത് അനുഭവത്തിൽ കൂടി വന്നുള്ള വിജ്ഞാനം കൂടി വന്നിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടൂ എന്നിട്ടോ. മത്തോനുശിക്ഷിതം യത്തേ വിവിക്തമനുഭാവയൻ മയ്യാവേശിത വക്ചിത്തോ മദ്ധർമ്മനിരതോ ഭവ അതിമ്രജഗതീസ്തിസ്രോ മാമേഷ്യസി തതപ്പരം. പിന്നെ അവിടെ ചെന്ന് അവിടെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ എന്തൊക്കെ ഭഗവാൻ അങ്ങക്ക് ഉപദേശിച്ച് തന്നു, അഭ്യസിപ്പിച്ച് തന്നില്ലേ, അതെല്ലാം നന്നായി വിചാരിച്ചിട്ട് അതിനേക്ക് എന്നെ ചിന്തിച്ചുകൊണ്ട് മൈ ആവേശിതവാക്ചിത്ത, എന്നിൽ തന്നെ ആവേശിതമായിട്ടുള്ള വാക്കുകളോടും മനസ്സോടും കൂടിയിട്ട് ഞാൻ പറഞ്ഞു തന്നുള്ള ധർമ്മങ്ങളെ തന്നെ താല്പര്യത്തോടു കൂടിയിട്ട് അങ്ങനെ ഇരിക്കൂ ഉദ്ധവ. ഞാൻ എന്ത് ചെയ്യാം? 3 വിധ ഗതികളെയും അതിക്രമിച്ചിട്ട് അവസാനം എന്നെ തന്നെ പ്രാപിക്കുന്നു പറയുകയാണ്. അതായത് എന്താണ്? ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങൾ ഉണ്ടാവില്ല, സ്വർഗമായുള്ള സുഖം വേണ്ട, നരകം, ഈ 3 ഇതൊന്നും ഇല്ലാണ്ട് ഇതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ആ മോക്ഷം ഉണ്ടല്ലോ, അത് എന്നെ തന്നെ പ്രാപിക്കുക, അതിന് കഴിയും അങ്ങക്ക് എന്ന് പറയുകയാണ്. ശ്രീശുകൗവാച സ ഏവ മുക്തോ ഹരിമേധസോദ്ധവ പ്രദക്ഷിണം തം പരിസൃത്യ പാദയോ ശിരോ നിധായ അശ്രുകലാവിരാർദ്രതി നിഹിഞ്ചദ്വന്ദ്വപരോപ്യവക്രമേ. ഇങ്ങനെ ആ ഭഗവാനാൽ ശ്രീസുബ്രഹ്മണ്യ പറയുകയാണ്, ഹരിമേധസ ഏവം ഉക്ത ഉദ്ധവ. ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഉദ്ധവൻ എന്ത് ചെയ്തു? ആ ഭഗവാനെ പ്രദർശനം വെച്ചു എന്നിട്ടോ വീണ്ടും നമസ്കരിക്കും എന്നിട്ടോ അദ്വന്ദ്വപര ഭേദബുദ്ധിയൊക്കെ തീരെ ഇല്ലാണ്ടേയിരിക്കണു. എങ്കിൽ കൂടിയിട്ട് പിരിഞ്ഞു പോണത് ഇത് ആ ഭഗവാനെ മാത്രം പിരിയാൻ പറ്റുന്നില്ല, മറ്റുള്ള പ്രപഞ്ചത്തിലുള്ള ആ ആസക്തിയും എല്ലാം വിട്ടു കഴിക്കുന്നല്ലോ, ഭഗവാനെ വിടാൻ പറ്റില്ല. അവക്രമേ പാദയോ ശിരനിധായ അശ്രുകലാഭി ആർദ്രധി നിഹിഞ്ചൽ. അപ്പം എന്ത് ചെയ്യും? ഒന്ന് പ്രദക്ഷിണം വെക്കും, പോകാൻ തുടങ്ങി വീണ്ടും എങ്ങനെയും വിടാന്ന് വെച്ചിട്ട് വീണ്ടും വരും, ഭഗവാന്റെ കാൽക്കൽ വീടാൻ അങ്ങോട്ട് നമസ്കരിക്കും, കണ്ണീരോണ്ട് ആ പാദത്തിനെ അങ്ങോട്ട് കഴുകും, എന്നിട്ട് വീണ്ടും മെല്ലെ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിരിക്കുകയാണെന്ന് കേട്ടോ. പറയാണ് സുദുസ്ത്യജ സ്നേഹവിയോഗകാതരോ ന ശക്നുവംസ്തം പരിഹാതുമാതുരാ
കൃച്ഛ്രം യയൗ മൂർധനി ഭർതൃപാദുകേ ബിഭ്രൻ നമസ്കൃത്യ യയൗ അതാണ് വീണ്ടും എന്ന് പറയാണ്. ഇങ്ങനെ തന്നെ സദുസ്ത്യജ സ്നേഹവിയോ ഇതൊക്കെ മറ്റെല്ലാം ത്യജിക്കാൻ കഴിഞ്ഞു പറയണമെന്നല്ലോ. ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ആ സ്നേഹം കൊണ്ട് ആ ഭഗവാനെ വിട്ടുപിരിയുന്നുള്ള ആ വിഷമം കൊണ്ട് കാതരനായിട്ട് ശക്നുവംസ്തം ഭഗവാനെ പിരിയാൻ കഴിയുന്നില്ല ഇല്ലേ. അങ്ങനെ അത് ഭഗവാൻ എന്ത് മനസ്സിലാക്കിയത്, യുദ്ധവൻ എന്തെങ്കിലും ഒരു ഉപാധി കൊടുക്കാണ്ട് തന്നെ വിട്ടു പോയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു, താൻ നിൽക്കുന്ന ആ പാതകത്തിൽ നിന്ന് ഭഗവാൻ ഒന്നാണ്ട് ഇറങ്ങി നിന്നു. അപ്പം എന്ത് ചെയ്തു, കൃച്ഛ്രം ചെയ്യൂ, എന്നാലും വളരെ ബുദ്ധിമുട്ടിയിട്ട് ആ പുറപ്പെട്ടു ഇങ്ങനെ ഭർതൃപാതുകേ പാതുക മൂർധനി ഭർതൃപാതുകേ നമസ്കരിച്ചിട്ട് ആ പാതുകങ്ങളെടുത്ത് തൻ്റെ ശിരസ്സിൽ വെച്ചിട്ട് വീണ്ടും നമസ്കരിച്ച് വീണ്ടും പ്രദക്ഷിണം വെച്ചതാണ് യയൗ പുനഃ വീണ്ടും പോയി എന്ന് പറഞ്ഞാൽ വീണ്ടും തിരിച്ചു വരും, വീണ്ടും നമസ്കരിക്കും. അങ്ങനെ പോയിട്ട് അവസാനം മെല്ലെ അങ്ങനെ പോയി എന്ന് പറയാണ് ഉദ്ധവൻ. മനസ്സോടെ തദർഹൃതി സന്നിവേശ്യ ഗതോ മഹാഭാഗവതോ വിശാലം യഥോപദിഷ്ടാം ജഗദേകബന്ധുനാ തത സമാസ്ഥായ ഹരേരാഗാൽഗതിം. അങ്ങനെ അതിനുശേഷം അനന്തര അന്തർഹൃതി ആ ഹൃദയത്തിൽ ആ ഭഗവാനെ തന്നെ നന്നായിട്ട് ഉറപ്പിച്ചിട്ട് സന്നിവേശിയ എന്നാണ് ആ മഹാഭാഗവതനായിട്ടുള്ള ആ ഉദ്ധവൻ വിശാലാം ഉദ്ധവനെ ബദരികാശ്രമത്തിലേക്ക് പോയി എന്ന് പറയാണ്. എന്നിട്ടോ അവിടെ ചെന്നിട്ട് എന്താണ് ആരാണ് ഇത് ഉപദേശിച്ച് തന്നിരുന്നത്, നമുക്ക് എല്ലാവർക്കും ഏത് കാലത്തും എന്നും നമുക്ക് ഏറ്റവും അടുത്തവനായിട്ടുള്ള ആരാണ്, ജഗദേക ബന്ധുന, ലോകത്തിന് ഒരേ ഒരു ബന്ധുവുള്ളത് ആ ഭഗവാനാണ്. ആ ഭഗവാനാണ് ഉദ്ധവനെ ഉപദേശിച്ചുള്ളത്. ആ ഉപദേശങ്ങൾ യഥോപദിഷ്ടാം ജഗദേക ബന്ധുന സമാസ്ഥായ ആ ഏകാന്തത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഇതെല്ലാം തൻ്റെ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഹരേ ഗതിം അകാൽ ആ ഭഗവാന്റെ ഗതിയെ തന്നെ ഉദ്ധവൻ പ്രാപിച്ചു എന്ന് പറയണം. ഏതദാനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വര സേവിതാംഘ്രിണ സത്ശ്രദ്ധയാ സേവ്യജകൾ വിമുച്യതേ. ഇങ്ങനെയുള്ള ഈ ഉദ്ധവോപദേശം നിർത്തിയിട്ട് ശ്രീ ശുകബ്രഹ്മർഷി പറയുകയാണ്, ആര് ഇങ്ങനെ ആനന്ദ സമുദ്ര സംഭൃതം ഈ സച്ചിദാനന്ദ സമുദ്രത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ആരാണ് ശേഖരിച്ചത്, യോഗേശ്വര സേവിതാംഘ്രിണ കൃഷ്ണേന യോഗേശ്വരന്മാരുകൂടി സേവിക്കുന്ന പാദങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭഗവാനാൽ ഭാഗവതായ ഭാഷിതം ആ ഉദ്ധവനായിട്ടുള്ള ഭാഗവതനായിട്ടുള്ള പറഞ്ഞുകൊണ്ടുള്ള ഏതൽ ജ്ഞാനാമൃതം ആ സച്ചിദാനന്ദ സമുദ്രത്തിനടുത്തുള്ള ഈ ജ്ഞാനമാകുന്ന അമൃതം ഉണ്ടല്ലോ, ആര് ശ്രദ്ധയോടുകൂടി സേവിച്ചിട്ട് സേവിക്കുന്നുവോ അവൻ ആ ജഗൽ വിമുച്യത ഈ സംസാരത്തിൽ നിന്ന് നിഷ്പ്രയാസം മോചിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്, സ്വയം മോചിക്കണമെന്ന് പറയുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. എന്നിട്ട് പറയുകയാണ്, പരീക്ഷിത്തേ നോക്കുക ആ ഭഗവാനെ ഒന്ന് നമിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി അങ്ങോട്ട് ഭക്തി വർദ്ധിച്ചിട്ട് പറയുകയാണ്, ഭവഭയം അപഹന്തും ജ്ഞാനവിജ്ഞാനസാരം നിഗമകൃതുപജഹ്രേ ഭൃംഗവൽ വേദസാരം അമൃതമുദതിതശ്ചാപായയൽ ഭൃത്യവർഗൻ പുരുഷഋഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ആ പുരുഷ ഋഷഭനായിട്ടുള്ള കൃഷ്ണൻ എന്ന് പേരുള്ള അദ്ദേഹത്തിനെ നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. ആദിപുരുഷനെ എന്താണ് ആ ഭഗവാന്റെ ഇതിൽ ഭവഭയം അപഹന്തും ഈ സംസാരമാകുന്ന ഈ ഭയത്തിനെ തീരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനവും വിജ്ഞാനത്തിൻ്റെ ആ സാരമാകുന്ന ആ വേദസാരം ജ്ഞാനവിജ്ഞാനസാരം നിഗമ വേദത്തിൽ നിർത്തലാണ് ആ അമൃതത്തെ ഉദതിത എങ്ങനെയാണ് സമുദ്രത്തിൽ നിന്ന് എടുത്തിട്ട് പ്രത്യവർഗ സാഗരത്തിൽ നിന്ന് എടുത്താണ് വേദമാകുന്ന സമുദ്രത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇതല്ലേ അത് എടുത്തിരിക്കണം കേട്ടോ. ഭൃത്യവർഗാൻ നിഗമകൾ യാതൊരു ആ വേദങ്ങളുടെ നാഥനായിട്ടുള്ള വേദങ്ങളെ രചിച്ചിരിക്കുന്ന ആദ്യം ഭഗവാൻ തന്നെയാണ് തൻ്റെ ഭൃത്യവർഗങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്
ഇത് സാരം മാത്രം എടുത്തുകൊണ്ട് ഭൃംഗവൽ ഉപജാതിൻ്റെ വേദങ്ങളിൽ നിന്ന് സാരം മാത്രം എടുത്തുകൊണ്ട് തൻ്റെ ഭൃത്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ആദിനാരായണനായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കണമെന്നാണ് പറയുന്നത്. അതായത് അതിമഹത്തായിട്ടുള്ള ജ്ഞാനസമുദ്രമാണത്. അതിൽ നിന്ന് വേണ്ട അതിൻ്റെ സാരം മാത്രം എടുത്തുകൊണ്ട് ആ ഉദ്ധവന് ഉപദേശിക്കുന്നു എന്നുള്ള രീതിയിൽ ആ പറഞ്ഞു തന്നിട്ടുള്ള ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ആദിപുരുഷനായിട്ടുള്ള ആ ഭഗവാന്, കൃഷ്ണൻ എന്നുള്ള പേരുള്ള ഭഗവാനെ നമിക്കണമെന്ന് ശ്രീ സുബ്രഹ്മർഷി പറയുകയാണ്. ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ നമിച്ചുകൊണ്ട് നമുക്കും ഭക്തി ഉണ്ടാവണേ, ആ ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നിലും ആഗ്രഹമില്ലാണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ഏകാദശസ്കന്ധേ ഭക്തിയോഗ നിരൂപണം നാമ ഏകോനത്രിംശോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.